ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ വീഡിയോ? എന്തിനാണ് ഈ വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോയുടെ ഉദ്ദേശം 2025 CGL ഉൾപ്പെടുന്ന SSC പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം അത് പറഞ്ഞു തരാനാണ്. ഉദാഹരണ സഹിതം അത് പറഞ്ഞു തരാനാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് 2024 CGL പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ഒരു 3-4 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളെ അഡ്രസ് ചെയ്യാതെ ഈ ഒരു പ്ലാനിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് എപ്പോഴും ഉറച്ചു വെക്കും. നിങ്ങൾക്കിത് വെറും കച്ചവടമാണ്, ഞങ്ങൾക്കിത് ജീവിതമാണ്. അപ്പൊ ഇത് കച്ചവടം മാത്രമാണോ, അതോ കുറെ പേരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കൂടെ നിങ്ങളോട് സംസാരിക്കണമല്ലോ. അപ്പോൾ ഓൾറെഡി എന്താണ് 2024 CGL സ്കാം എന്നതിനെ പറ്റി പറയുന്നതെന്ന് ഗൂഗിൾ മാഷ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. ഞാൻ അതിനെപ്പറ്റി വളരെ ബ്രീഫായിട്ടാണ് പറയുന്നുള്ളൂ. എന്താണ് 2024 CGL സ്കാം എന്ന് പറയാൻ കാരണം? സ്കാം എന്ന് പറയാൻ കാരണം CGL പരീക്ഷയുടെ ടയർ 2 നടന്നത് നിങ്ങൾക്കറിയാം 18-20 ജനുവരി മാസം 2025 18-20 ഡേറ്റുകളിലാണ്. അപ്പൊ ആ ഡേറ്റുകളിൽ നടന്ന പരീക്ഷയിൽ നടന്ന ചില ഡിസ്ക്രിപ്പൻസി സ്പ്രെഡ് ചെയ്യുന്ന ഒരു നമ്പർ എനിക്ക് ഇതിൽ എത്രത്തോളം ആക്യുറസി ഉണ്ടെന്ന് അറിയില്ല. കുറെ കുട്ടികൾ ഷെയർ ചെയ്ത് കണ്ടുകൊണ്ട് ഞാൻ എടുത്താണ്. 18-ാം തീയതി നടന്ന ഷിഫ്റ്റിൽ നിന്നും ഏകദേശം 9284 പേര് സെലക്ടഡ് ആയി. ഓക്കെ, അവർക്ക് കിട്ടിയ ഡേറ്റ പ്രകാരം ആ ഡേറ്റയിലുള്ള നമ്പറാണ് പറയുന്നത്. 20-ാം തീയതിയിൽ നിന്ന് വെറും 5700 പേര്, അത് ഓൾമോസ്റ്റ് പകുതിയായി എന്നാ പറയുന്നത്, ഓൾമോസ്റ്റ് പകുതി. അപ്പോൾ 18-ാം തീയതിയിലുള്ളവർക്ക് കുറെ അഡ്വാൻറ്റേജ് ഉണ്ടോ? 18-ാം തീയതി നടന്ന പരീക്ഷയുടെ നമുക്ക് ഓർമ്മയുണ്ട്, ടൈപ്പിംഗ് ക്യാൻസൽ ആയിരുന്നു, ടൈപ്പിംഗ് ടെസ്റ്റ് ക്യാൻസൽ ആയിരുന്നു. കാരണം അവർ തന്നിരുന്ന പാസേജ് നെവർ എൻഡിങ് പാസേജ് ആയിരുന്നു. അതുകൊണ്ട് അത് ക്യാൻസലാക്കി വീണ്ടും 31-ാം തീയതി വീണ്ടും നടത്തുന്നുണ്ട്. അപ്പോഴേയാണ് ഇത് സ്കാമാണ്, ഇതിൽ എന്തോ അഴിമതിയുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ആ പുകഞ്ഞ് തുടങ്ങിയത് ഒടുവിൽ പൊട്ടിത്തെറിച്ചത് നോർമലൈസേഷന്റെ കാര്യം വന്നപ്പോഴാണ്. ഏറ്റവും കൂടിയ നോർമലൈസേഷൻ 60 മാർക്കിൽ കൂടുതലാണ്, 61 62 മറ്റാണ് ഏറ്റവും കൂടിയ നോർമലൈസേഷൻ കിട്ടിയത്. അത് നോർമലൈസേഷൻ തന്നെയാണോ അറിഞ്ഞൂടാ, അതോ ടോട്ടൽ നമ്പർ ഓഫ് ചോദ്യങ്ങളുടെ തെറ്റായ ചോദ്യങ്ങളുടെ മാർക്ക് കിട്ടിയിട്ടുണ്ടോ അറിഞ്ഞൂടാ. അത് നോർമലൈസേഷൻ ആണെന്നും അത് ഡിസർവ് ചെയ്യുന്നില്ല എന്നും. 60 മാർക്ക് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടയർ 2 3 മാർക്കിനാണ്. 20 ചോദ്യങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ 20 ചോദ്യങ്ങളിൽ SSC തെറ്റ് വരുത്തിയിട്ടുണ്ടോ? അപ്പൊ ഇത് അഴിമതിയല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പോകുന്നുണ്ട്, കേസ് പോകുമെന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നടന്ന കാര്യമാണ്. SSC ജനുവരി 31-ന് റീടെസ്റ്റ് നടത്തി. ഈ ഡേറ്റയിലെ ആക്യുറസി നമുക്ക് കുറച്ചുകൂടെ ചെക്ക് ചെയ്യാനുണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് SSC വളരെ പബ്ലിക്കാക്കി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ പബ്ലിക് ആയതുകൊണ്ടും ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടും ആ നോർമലൈസേഷൻ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഒരു പരീക്ഷയ്ക്ക് ശേഷം മാത്രമല്ല അവർ ഈ നോർമലൈസേഷൻ എന്താ ഞങ്ങൾ പുതിയൊരു മെത്തേഡ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമുക്കാകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഫൈനൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫൈനൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഒരു മാർക്ക് 20 ചോദ്യങ്ങളിൽ വേരിയേഷൻ വന്നിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളുടെയും ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന സാധനം വരണം. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം പലരും നല്ല മാർക്ക് ഉണ്ടായി ഒരു ജോലി പ്രതീക്ഷിച്ചിട്ട് നോർമലൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരാത്തതുകൊണ്ട് ജോലി ലഭിക്കാത്തവരുണ്ട്. അപ്പൊ ഇമോഷൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും, അത് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യുക. ഫൈനൽ ആൻസർക്ക് ഒന്ന് വരുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. അല്ലാതെ ഇതൊരു വലിയ സ്കാം ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ വർഷവും SSC ഒരുപാട് പ്രശ്നങ്ങൾ ഉൾപ്പെടാറുണ്ട്. അതിലൊരു പ്രശ്നം ഈ വർഷം ഇതാണ്, അത് മാത്രമേ ഉള്ളൂ. SSCയെ ഞാനങ്ങനെ SSC നല്ലതാണ്, SSC 100% കറപ്ഷൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ SSC നടത്തുന്ന പരീക്ഷയിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ കുട്ടികൾക്ക് 2025 പഠിക്കാൻ ഒരു പ്ലാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ, കാരണം കുറെ കുട്ടികൾ 290s 310 ആ ഒരു റേഞ്ചിൽ വീണു പോയവരാണ്. അപ്പൊ അവർ ബിഗിനേഴ്സ് അല്ല. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിലേക്ക് എത്താം, ഇതിനൊക്കെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ തരാമോ എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് താഴെ കുറച്ച് പേരേ ഉള്ളൂ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കിത് വെറും കച്ചവടമാണ്, ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെയല്ല, ഇത് സ്വാഭാവികമായിട്ടും ഞാനിപ്പോ 8 വർഷമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ ഒരു സാധനത്തിൽ കച്ചവടം ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. കച്ചവടം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ നുണയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവരുണ്ട്. നമുക്ക് എല്ലാവരെയും ഒരേപോലെ ഒരേ കാറ്റഗറിയിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇതെന്തുകൊണ്ടാണ് എന്റെ കൂടെ ജീവിതമാകുന്നത്, അല്ലെങ്കിൽ ഞാൻ കടന്നു പോയൊരു സാഹചര്യത്തിലുള്ള നിങ്ങൾ കടന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു പ്ലാനിന്റെ കാര്യം പറയുന്നത്, ഇരുന്ന് പഠിക്കാനായിട്ട് പറയുന്നത്. എന്താണ് അതിന് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. SSCയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ SSCയുടെ ചരിത്രത്തിൽ, പരീക്ഷ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും മോശം
ആ ഒരു അനുഭവം എന്ന് പറയുന്നത് 2017 പേപ്പർ ലീക്കാണ്. നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലോ മറ്റോ പേപ്പർ ലീക്ക് ആവുന്നുണ്ട് 2017 പരീക്ഷ. അന്ന് ഇതുപോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ടയർ 1 ഉണ്ട് ഇപ്പോഴത്തെ പോലെ, ടയർ 2 ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും മാത്രമാണ് വരുന്നത്. ടയർ 3 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, തന്നിട്ടുള്ള ബോക്സുകളിൽ നമ്മൾ എഴുതണം. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അറിഞ്ഞൂടാ. ടയർ 4 ഉണ്ട് കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും. ടയർ 2 ഈ പറഞ്ഞ പേപ്പർ ലീക്കിന്റെ പ്രശ്നം വന്നത്. അപ്പൊ ഞാൻ പരീക്ഷ എഴുതിയിരുന്ന സെന്ററിൽ എനിക്ക് ഓർമ്മയുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവുന്നു. ആ ഒരു സെന്ററിൽ എല്ലാവരും ലോഗ് ഔട്ട് ആവുന്നില്ല, കുറച്ച് പേര് ടൈം ഡിഫറൻസിൽ ലോഗ് ഔട്ട് ആവുന്നു, കുറച്ച് പേര് പരീക്ഷ എഴുതുന്നു, കുറച്ച് പേര് എഴുതുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. പിന്നീട് ആ പരീക്ഷ ക്യാൻസൽ ആക്കി വീണ്ടും ഒന്നുകൂടെ നടത്തി ടയർ 2. അതാണ് 2017 റിസൾട്ട് വരാൻ കുറച്ച് വർഷങ്ങൾ എടുത്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊള്ളാൻ സുപ്രീം കോടതി പറയുകയും അതിലെ പ്രശ്നക്കാരെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. അപ്പൊ അത്രയും ഒബ്വിയസ് ആയിട്ടുള്ള എവിഡന്റ് ആയിട്ടുള്ള പ്രശ്നം ഇപ്പൊ ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് കേസിന് പോകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, കേസ് എല്ലാ വർഷവും നടക്കുന്നതാണ്. അതുകൊണ്ട് ലിസ്റ്റിൽ വന്ന കുട്ടികൾ അതോർത്ത് പേടിക്കണ്ട. പലർക്കും വീട്ടിൽ പറയാൻ പേടിയാണ് ജോലി കിട്ടിയെന്നുള്ളത്. കാരണം കേസ് വന്ന എന്റെ ജോലി പോയാലോ, അല്ലേ? അപ്പൊ അങ്ങനെ പേടിക്കരുത്. ഓക്കെ, കേസിന് പോയി കഴിഞ്ഞാലും ഇത് നിങ്ങളെ ബാധിക്കുന്നതൊക്കെ ഒരു സ്കാം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ? ഇത് കച്ചവടമല്ല, ഇത് ജീവിതമാണ്. ജീവിതത്തില് ഇപ്പൊ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കയ്പുനീര് നിങ്ങളെക്കാൾ ഒരുപാട് വർഷം മുന്നേ നിങ്ങൾ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കുടിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ തെളിവുകൾ നിരത്തി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഇത് എൻ്റെ ടയർ 2 അഡ്മിറ്റ് കാർഡാണ്. ഓക്കെ, ഇപ്പൊ ടയർ 2 പരീക്ഷ നടന്ന സ്ഥലം, പരീക്ഷ നടന്ന സെന്റർ, ഇപ്പൊ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ ഒഴിച്ചു വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഐരാപുരത്ത് ക്രൈസ്റ്റ് കോളേജിലാണ് പരീക്ഷ എഴുതിയത്. അപ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. വീണ്ടും ടയർ 2 നടത്തുന്നുണ്ട്. കുറെ കുട്ടികൾ എഴുതാൻ വന്നില്ല, അവരുടെ മനസ്സ് മടത്തിൽ എഴുതാൻ വന്നില്ല. പിന്നെ JSOയുടെ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് പേപ്പർ, അതിനുള്ള പോലെ തന്നെ എക്കണോമിക്സ് ഫിനാൻസ് WAയുടെ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് പേപ്പർ. അതിനുശേഷം ടയർ 3, എനിക്ക് ഓർമ്മ ടയർ 3 തിരുവനന്തപുരത്ത് വഴുതക്കാടായിരുന്നു സെന്റർ. അതിനുശേഷം ടയർ 4, അതിന് നമ്മൾ കർണാടകയ്ക്ക് വണ്ടി വരെ പോകേണ്ടി വന്നു. അപ്പൊ ഇന്നുള്ളത് പോലെ അത്ര എളുപ്പവുമല്ല, നമ്പർ ഓഫ് സ്റ്റേജസും അങ്ങനെയല്ല. അപ്പൊ ഇത്രയും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടും ആ വർഷം റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ കയറാനുള്ള കട്ട് ഓഫ് എനിക്കുണ്ട്, ഞാൻ ഹാപ്പിയാണ്. സ്റ്റഡി ഹോളിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. റിസൾട്ടിൽ പേരില്ല. ഒരുപാട് പേരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നേരെ മുറിയിൽ പോയി. നിങ്ങൾ ഈ ഇരുന്ന് കരയുന്ന പോലെ കുറെ ഇരുന്ന് കരഞ്ഞ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം തീരെ പഠിക്കാതെ നഷ്ടപ്പെട്ടു പോയ ഒരാളല്ല ഞാൻ. അടുത്ത വർഷം വീണ്ടും ഇരുന്ന് പഠിച്ചു, പല പരീക്ഷകൾക്ക് വീണ്ടും ഇരുന്ന് പഠിച്ചു. കുറെ ജയിച്ചു, കുറെ തോറ്റു. ജയത്തേക്കാൾ കൂടുതൽ തോൽവിയായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ തോൽവികൾ ഒരുപാട് ഫേസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാകും. പക്ഷെ ഇത് സ്കാം ആണ്, ഇത് ക്യാൻസൽ ചെയ്യും എന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. SSCക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? SSC ഇത്രയും വർഷമായിട്ട് പരീക്ഷ നടത്തുമല്ലേ, എന്താണോ വളരെ നന്നാവാത്തതെന്ന് ചോദിക്കുന്ന SSC നിങ്ങൾക്ക് നന്നായി കൂടെ എന്ന് ചോദിക്കുമ്പോൾ CGL പരീക്ഷ എല്ലാവരും അഭിമാനത്തോടെ വിളിക്കുന്നത് മിനി സിവിൽ സർവീസ് എന്നാണ്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്കാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. UPSC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ 100% കറപ്ഷൻ ഫ്രീ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയിലെ ലീസ്റ്റ് കറപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി UPSC ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. കാരണം UPSC നടത്തുന്ന പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ, പ്രിലിംസ്, അത് MCQ ആണ്. രാവിലെ ജനറൽ സ്റ്റഡീസും പിന്നെ CSAT പരീക്ഷയായിട്ട് നമുക്ക് നടക്കും. ഓക്കെ, അത് പെൻ ആൻഡ് പേപ്പർ ആണ്. നമ്മൾ കേരള PSC എഴുതുന്ന പോലെ നമ്മൾ OMRലാണ് അത് മാർക്ക് ചെയ്യുന്നത്. ടയർ 2 എന്ന് പറയുന്നത് അവിടെ മെയിൻസ് പരീക്ഷയാണ്. 9 പേപ്പറുകൾ നമുക്കുണ്ട്, 9 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകളുണ്ട്. essay ഉൾപ്പെടെ, ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉൾപ്പെടെ, ലാംഗ്വേജ് പേപ്പർ ഉൾപ്പെടെ, നമ്മുടെ ഓപ്ഷണൽ പേപ്പർ ഉൾപ്പെടെ. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കേണ്ടത്. ഇതെല്ലാം ഇവർ യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ നടത്തുന്നുണ്ട്. UPSC പരീക്ഷ നടക്കുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ 3 സംസ്ഥാനങ്ങളിൽ ആ പരീക്ഷ ചെയ്തുകൊണ്ട് പറയാണ്. മിക്കവാറൊക്കെ പരീക്ഷ നടക്കുന്നത് ചില റൂറൽ ഗവൺമെന്റ് സ്കൂളുകളിലായിരിക്കും. ഓക്കെ, SSCക്ക് കാണിക്കുന്ന പോലെ ബെൽറ്റൂര്, ഷർട്ടൂര്, പാൻറ്റൂര്, അങ്ങനെ എല്ലാവരും നമ്മൾ അതും വായിച്ചിട്ടുണ്ട്. കുറെ കുട്ടികളെ അവര് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് കുട്ടികളോട് പെരുമാറാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് തൊട്ട് വെളിയിൽ വെക്കാം. കാരണം എന്താണെന്നറിയോ? കാരണം ഈ പരീക്ഷ നടക്കുന്നത് മോണിറ്റർ ചെയ്യുന്നത് ഇന്റലിജൻസ് ബ്യൂറോയാണ്, IB ആണ്. ഈ പരീക്ഷയിൽ ആരും കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതല്ല. 2017 തന്നെ നമ്മൾ കേട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു മലയാളി IPS ഓഫീസർ, അദ്ദേഹം തമിഴ്നാട്ടിൽ എവിടെ ഇരുന്നുകൊണ്ട് പരീക്ഷ എഴുതുന്നു, ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ഹൈദരാബാദിൽ ഇരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് അയക്കുന്നു, ഭാര്യ ഉത്തരം പറയുന്നു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു.
UPSC പരീക്ഷ എഴുതിയിട്ട് SSC പരീക്ഷ എഴുതാൻ വന്നപ്പോൾ എനിക്ക് തോന്നിയാൽ SSC എന്താണ് ഇത്ര സ്ട്രിക്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ SSC ഒക്കെ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അങ്ങനെയല്ല, പരീക്ഷ നടത്തുന്നതിൽ പിള്ളേരോട് മാത്രം സ്ട്രിക്ട്നെസ് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ജോലി വൃത്തിക്കുകയാണ്. പിള്ളേർ ചീറ്റിംഗ് നടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചീറ്റിംഗ് മാത്രം നടത്തി പാസ്സാവാനുള്ള പ്രവണതയുള്ള ചില ഭാഗങ്ങളുണ്ട്. ഇപ്പൊ പണ്ട് ഇലക്ഷൻ നടക്കുമ്പോൾ ബൂത്ത് ക്യാപ്ചറിങ് നടക്കില്ലേ എന്ന് നിർത്തി ഇലക്ഷൻ നിർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെയുള്ളിടത്ത് സ്പെഷ്യൽ ഫോഴ്സസിനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ചീറ്റിംഗ് സ്ഥിരം നടക്കുന്ന സെന്ററുകൾ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള സെന്ററുകളിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലേ? അതിനല്ലേ നമുക്ക് ഇത്രയും ഫോഴ്സ് ഉള്ളത്, നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്ന് എങ്ങനെ അവർ നടത്തുന്നു എന്ന് കണ്ടു പഠിച്ചുകൂടാ? അതിനുവേണ്ടി നമ്മൾ വണ്ടി കയറി നോർവേക്കോ സ്വിറ്റ്സർലൻഡിനോ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര വൃത്തിക്ക് ഒരു പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസി ഇല്ലേ? അപ്പൊ ഇതിൽ നിന്നും SSC ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, ഇമീഡിയറ്റ്ലി വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നതാണെങ്കിൽ, ഒന്ന്, ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ചോദ്യത്തിന്റെ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും കൂട്ടാം. ഇതാരും പീഡിപ്പിക്കാൻ പറയുന്നില്ല. ടയർ 2 ഒരു ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ GK ഹോം മിനിസ്റ്റർ ആരാണെന്നാണ്. ഇത് GD പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അത് ടയർ 2 ചോദിക്കും. ചിലപ്പോൾ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആക്കാം. ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് മാത്രമല്ല ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നത്, എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ നടക്കണമെങ്കിൽ അവര് ഷിഫ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണം. ഒരുപാട് ഷിഫ്റ്റുകൾ നടക്കുമ്പോഴാണ് ഇത്രയും വേരിയേഷൻ പേപ്പറിൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഈസി ആയിരുന്നു, അവർക്ക് കൂടുതൽ കിട്ടും, നോർമലൈസേഷൻ തെറ്റാണ് വരുന്നത്. ഷിഫ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണം. ഈ അടുത്ത് കണ്ട ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് ടയർ 2 ഒറ്റ ദിവസം നടത്തിക്കൂടാ? UPSCക്ക് ഇത്രയും സെന്റേഴ്സിൽ നടത്താമെങ്കിൽ ആകെ ക്വാളിറ്റി ഉള്ള സെന്ററുകളുടെ എണ്ണം കൂട്ടണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? ഇനീഷ്യലി ശരിയാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമായിരിക്കും, കുറച്ച് ചെലവ് വേണ്ടി വരുമായിരിക്കും. പക്ഷെ വളരെ കറപ്ഷൻ ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ താല്പര്യമുള്ള, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് എബിലിറ്റി ഉള്ള കുട്ടികൾ സിസ്റ്റത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ ഇമ്പ്രൂവ് ആവില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അതിൽ ഫോക്കസ് ചെയ്യാത്തത്? ഫോക്കസ് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന, പരീക്ഷ നടത്തുന്ന ഏജൻസി അവർ കുറെ കൂടെ അക്കൗണ്ടബിൾ ആകുമ്പോൾ ചോദ്യത്തിലുള്ള എറർ കുറയും. ഒരു പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം, 130 ചോദ്യങ്ങളാണ് നമുക്ക് ടയർ 2 കൗണ്ട് ചെയ്യുന്നത്, അല്ലെ? ഇൻറ്റു 3, 390, 13, 39, 390. ഈ 390 മാർക്കിന് വേണ്ടിയുള്ള 130 ചോദ്യങ്ങൾ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ക്വാളിറ്റി കുറവല്ലേ? അല്ലെ? 130 ചോദ്യത്തിൽ 10 ചോദ്യം തെറ്റ്, 20 ചോദ്യം, ഒറ്റ ചോദ്യം തെറ്റരുത്. പല അക്കാഡമികൾ നടത്തുന്ന ടെസ്റ്റ് സീരീസ് നിങ്ങൾ നോക്കുക. ഞാൻ ആദ്യം ജോലി തുടങ്ങിയത് ഒരു കണ്ടന്റ് ഡെവലപ്പർ ആയിട്ടാണ്. അപ്പൊ നമുക്ക് തരുന്ന എററിന്റെ പെർസെന്റേജ് <1% ആണ്. <1% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. നിങ്ങൾ UPSC പ്രിലിംസിന്റെ 100 ചോദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ചോദ്യത്തിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും, നിങ്ങളുടെ ശമ്പളത്തിന് അത് ബാധിക്കും. ഈ ഒരു പേടി ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ, എന്നാൽ മാത്രമേ കാശ് കിട്ടുകയുള്ളൂ എന്നൊരു പേടി ഉണ്ടെങ്കിൽ ആ എറർ കുറയില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ SSCക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു സൊല്യൂഷൻ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് SSC കേൾക്കില്ല, എനിക്ക് തോന്നുന്നു അവർക്ക് മാറ്റാൻ സാധിക്കും. കാരണം ഈ പിള്ളേരുടെയൊക്കെ വിഷമം കാണുമ്പോഴെങ്കിലും ഒരു മനംമാറ്റം വേണ്ടേ? മനംമാറ്റം ഉണ്ട് കേട്ടോ. 2017 ശേഷം SSCയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ അതും പറയണം. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അടുത്തത്, ഇത്രയും കട്ട് ഓഫ് കൂടുതലാണ്, സത്യമാണ്. കട്ട് ഓഫ് നല്ല കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2023 ടയർ 1 ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ ഓപ്പൺ കാറ്റഗറി നോക്കിയാൽ 150 പോയിന്റ് സംതിങ്, അത് 2024 153 പോയിന്റ് സംതിങ് ആയിട്ടുണ്ട്. കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. കട്ട് ഓഫ് കൂടുതലാണ്. കട്ട് ഓഫ് കൂടുമ്പോൾ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ എന്റെ തിരിച്ചുള്ളൊരു ചോദ്യമാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ മൊത്തം എത്ര വേക്കൻസി വന്നു? ആ വേക്കൻസിയിൽ എത്ര അപ്പോയിന്റ്മെന്റുകൾ നടന്നു? എത്ര വേക്കൻസി വന്നിട്ടുണ്ടോ അത്രയും വേക്കൻസിയിൽ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ 150+ ക്വാളിഫൈ ആയ കുട്ടികളുടെ എണ്ണം നോക്കുക, 13,000 സംതിങ് ആണ്. അതിന് X എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 153 ക്ലിയർ ആയ കുട്ടികളുടെ എണ്ണം നോക്കുക, അത് ഓൾമോസ്റ്റ് 2x ആണ്. എനിക്ക് തോന്നുന്നു 24,000, എനിക്ക് കൃത്യം നമ്പർ ഓർമ്മയില്ല. ഓൾമോസ്റ്റ് ഇരട്ടിയാണ്. ഒരു 100% പറയാൻ സാധിക്കില്ല, 90% നമുക്ക് പറയാൻ സാധിക്കും. അതായത് കട്ട് ഓഫ് ഒരു 3 മാർക്ക് കൂടുന്നതിന് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ക്വാളിഫൈ ആകുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്, ഇരട്ടിയാകുന്നുണ്ട്. കട്ട് ഓഫ് ഇരട്ടിയാകുന്നില്ല, നമ്മളത് മനസ്സിലാക്കണം. സോ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, എനിക്ക് ഇത് കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും അതുപോലെ മാറി നിൽക്കും ഇല്ല. ഇതിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. പല കാരണങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഇത് എഴുതുന്ന ഗവൺമെന്റ് പരീക്ഷ? ജോബ് സെക്യൂരിറ്റി, അല്ലെ? രണ്ടാമത്തെ കാര്യം എന്താണ്? സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന വില. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
UPSC പോലുള്ള ഒരു പരീക്ഷയുടെ സക്സസ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 0.2% ആണ്. 100 പേരിൽ ഒരാൾ പോലും ക്ലിയർ ആകില്ല. എന്നിട്ട് ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പരീക്ഷ ക്ലിയർ ആകാൻ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ ഓർത്തിട്ടാണ് പരീക്ഷ ചെയ്യുന്നത്. ആ 0.2-ൽ അല്ലെങ്കിൽ 0.1-നും താഴെ എന്ന് പറയുന്ന സോഴ്സുകളുണ്ട്. ആ 0.1-നും താഴേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. മിക്കവാറൊക്കെ 1000-ൽ താഴെ ഇപ്പോൾ വേക്കൻസി വരുന്നത്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അല്ലേ? 2024 റിസൾട്ട് വന്നപ്പോൾ വളരെ വൈറലായ ഒരു പോസ്റ്റാണ് കുനാൽ ആർ വിരുൽക്കർ. SSCക്ക് ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിന് ലിമിറ്റ് ഇല്ല. UPSC അങ്ങനെയല്ല. ഓപ്പൺ കാറ്റഗറിക്ക് 6, OBC കാറ്റഗറിക്ക് 9, പിന്നെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് അങ്ങനെ പറഞ്ഞ് കുറച്ച് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിന് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, എല്ലാ കാറ്റഗറിക്കും ഇല്ല, കുറച്ച് കാറ്റഗറികൾക്ക്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ്. 12 അറ്റംപ്റ്റ് കൊടുത്തു പ്രിലിംസ്, അതിൽ എത്രയോ മെയിൻസ് പോയി, അതിൽ കുറെ ഇന്റർവ്യൂ പോയി, പക്ഷെ നോ ജോബ്. അതിന്റെ താഴെ പറയുന്നുണ്ട് ടോപ്പോസിന്റെ കഥകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റാർക്ക് റിയാലിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല? എടോ, വാർത്താമൂല്യമുള്ള വാർത്തകളെ മാധ്യമങ്ങൾ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ 12th ഫെയിൽ എന്നുള്ള പടം കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് അടിപൊളി പടമാണ്, എനിക്ക് ആ പടം കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ? അതിന്റെ അവസാനം നടന്ന ഒരു ഹാപ്പി മൊമെന്റ്, വിക്രമാദിത്യ സിനിമയുടെ അവസാനം നടന്ന ഒരു ഹാപ്പി മൊമെന്റ് എല്ലാവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. സോ എന്റെ കാഴ്ചപ്പാട് വേറെയാണ്. പക്ഷെ ആ സിനിമ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. അതിൽ പരീക്ഷ എഴുതുന്നതിൽ ചില കുട്ടികൾക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്, ചില കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ കൊടുക്കുമോ? ഇതാ ഇവരുടെ അനുഭവങ്ങൾ നമുക്ക് അറിയാം. എത്ര മാധ്യമങ്ങൾ കൊടുക്കും? കൊടുത്താൽ തന്നെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എത്ര പേര് കാണും അല്ലെ? അപ്പൊ നിങ്ങൾ അതിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സക്സസ് സ്റ്റോറീസിനാണ് എപ്പോഴും എന്ത് കൂടുതൽ മൂല്യം കൂടുതൽ, അതേ കൂടുതൽ ആൾക്കാർ കാണുകയുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, കോമ്പറ്റീഷൻ കൂടുതലാണ്. UPSCയുടെ പോലെ പ്രശ്നം SSCക്ക് ഇല്ല. സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, വേക്കൻസീസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്, നടത്തുന്ന പരീക്ഷകളുടെ എണ്ണം വളരെ കൂടുതലാണ്. UPSC പ്രിലിംസ് നിങ്ങൾ ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ട്? സിവിൽ സർവീസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. SSC അങ്ങനെയല്ല. CGL ശരിയാണ്, പക്ഷെ അതുപോലെ ഒരുപാട് പരീക്ഷകൾ, CHSL എന്ന് പരീക്ഷയുണ്ട്, MTS പരീക്ഷയുണ്ട്, GD പരീക്ഷയുണ്ട്. UPSCയുടെ ടോട്ടൽ നമ്പർ ഓഫ് എക്സാംസ് ആക്ച്വലി കുറവാണ്. ഓക്കെ, യൂണിഫോം ഒക്കെ ആഗ്രഹിക്കുന്നവരെ CAPF എഴുതുകയുള്ളൂ. അപ്പോൾ വർഷത്തിൽ ലിറ്ററലി ഒരു പരീക്ഷയാണ് പറഞ്ഞു കഴിഞ്ഞാൽ UPSC. SSC അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് കലണ്ടർ നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക കട്ട് ഓഫ് കൂടുതലാണ്, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇനി മാത്രം ഞാൻ ഈ പോയിന്റ് പറയാം. 2025 പരീക്ഷകൾക്ക് പഠിക്കാനാണ് എന്റെ തീരുമാനം. എന്റെ സിറ്റുവേഷൻസ് എന്നെ അതിന് സമ്മതിക്കുന്നുണ്ട്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്കിരുന്ന് പഠിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്താൻ തയ്യാറാണ്. ജൂൺ ജൂലൈയിൽ പരീക്ഷ വരികയാണ്. അങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, എഗെയിൻ ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങനെയുള്ള കുട്ടികൾ മാത്രം ഇനി ഇത് കണ്ടാൽ മതി. കാരണം ഒരാളെ പോലും നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇഷ്ടമില്ലാത്ത സാധനം നമ്മൾ എത്ര നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കിയാലും കഴിയില്ല. അപ്പൊ മനസ്സിലാക്കുക, കട്ട് ഓഫ് കൂടുതലാണ്, പക്ഷെ വിളിക്കുന്ന അത്രയും വേക്കൻസി ഫില്ലാകുന്നുണ്ട്. സോ പഠിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണത്. എഗെയിൻ പഠിച്ച് പറഞ്ഞു അടുത്തൊരു കാര്യമാണ്. എന്നാലും കോമ്പറ്റേറ്റീവ് പരീക്ഷകളുടെ യാഥാർത്ഥ്യം, കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് കിട്ടുന്നില്ല. ഓക്കെ, നല്ല കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് കിട്ടുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കിട്ടുന്ന എല്ലാവരും ഡിസേർവിംഗ് ആണോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഡിസേർവിംഗ് ആകുന്നവർക്ക് കിട്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് കിട്ടിയ ഓരോരുത്തരോടുമുള്ള അസൂയ മനസ്സിൽ വെച്ച് തന്നെ പറയട്ടെ, കിട്ടിയിട്ടുള്ള ഓരോരുത്തരും കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ കഷ്ടപ്പെട്ടാൽ കിട്ടുമെന്ന് ഉറപ്പില്ല, പക്ഷെ കഷ്ടപ്പെട്ടാലേ ഇത് കിട്ടുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. നോർമലൈസേഷൻ സഹായിച്ചു എന്ന് പറയുമ്പോഴും അതിലേക്ക് എത്തിപ്പെടാൻ ആ കുട്ടിയുടെ എഫേർട്ടിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. സ്വാഭാവികമായിട്ട് ഞങ്ങളത് പറയുകയാണ്, കാരണം ഞങ്ങളുടെ ജോലി അതാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പ്ലീസ് അസസ് യുവർ സെൽഫ്, ടേക്ക് എ മോക്ക് ടെസ്റ്റ്. ഓൾറെഡി ടയർ 2 ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നവരാണെങ്കിൽ ഓൾറെഡി അനാലിസിസ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇഫ് യു ആർ എ ബിഗിനർ, ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സൈലത്തിൽ ഒരു കോഴ്സിൽ എടുത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് കൂടിയാണ് പറയുന്നത്, മോക്ക് ടെസ്റ്റ് എടുക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. ടയർ 1 200 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 30 ആണോ, 40 ആണോ, 50 ആണോ, 120 ആണോ, 150 ആണോ? കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൽ, കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ കട്ട് ഓഫിൽ നിങ്ങളുടെ കാറ്റഗറിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എത്ര ദൂരമുണ്ട്? ഈ ഒരു ഗ്യാപ്പ്, ആ ഒരു അന്തരം മനസ്സിലാക്കുക. ആ അന്തരം നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ആ കട്ട് ഓഫിലേക്ക് എത്തേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുകയാണ്, ഇതിലൊക്കെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. ഭാഗ്യം നിർഭാഗ്യം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഇതിനകത്ത് ഉണ്ട്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുന്നേ പനി വന്ന ഒരു കുട്ടിയുണ്ട്. ഞാൻ സംസാരിച്ചപ്പോഴാണ്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്നതാണ്, ആൾക്ക് ആക്സിഡന്റ് പറ്റി, ആൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള നിർഭാഗ്യത്തിന്റെ കഥകളുണ്ട്, ഭാഗ്യത്തിന്റെ കഥകളുണ്ട്. സെലക്ഷൻ ഫേസിൽ പരീക്ഷയ്ക്ക് പോയിട്ട്
വിളിച്ചതിനേക്കാൾ കൂടുതൽ വേക്കൻസി വന്നു. 9 വേക്കൻസിയിൽ ആകെ ഇന്റർവ്യൂവിൽ വന്നത് 2-3 പേരാണ്. അപ്പൊ അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം നിർഭാഗ്യം എന്നുള്ള സാധനം ഇതിനകത്ത് ഉള്ളതാണ്. നമുക്കത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഭാഗ്യം വരും നിർഭാഗ്യം വരും എന്ന് പറയാൻ സാധിക്കില്ല. ഭാഗ്യം നിർഭാഗ്യം ചിലപ്പോൾ വരാം, വരാതിരിക്കാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മൾ എത്രത്തോളം വൃത്തിക്ക് പഠിക്കുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ പഠിത്തത്തിന് ഉപയോഗിച്ചാണ്, എൻ്റെ കൂട്ടുകാർ സർവീസിൽ കയറിയ കുട്ടികളും അവരുടെ പഠിത്തത്തിന് ഉപയോഗിച്ചാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണെന്ന് മാത്രം. എൻഡ് ഓഫ് ദ ഡേ ഇത് എന്താണ്? എൻഡ് ഓഫ് ദ ഡേ ഇത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ട്രാക്കറാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ പഠനത്തിന് അക്കൗണ്ടബിൾ ആകുകയാണ്. അതിന് ആദ്യം വേണ്ടത്, ലാപ്ടോപ്പ് ഉള്ളവർക്ക് ഒരു ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാം, അല്ലാത്തവർക്ക് പേപ്പറിൽ എഴുതാനാണ് കംഫർട്ടബിൾ, പേപ്പറിൽ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെയിലി ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടാക്കുക. ഓക്കെ, എന്താണ് ഇന്നത്തെ ഡേറ്റ്? ആ ഡേറ്റിന് നിങ്ങൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, QAയിൽ ഇന്ന കാര്യങ്ങൾ, റീസണിങ്ങിൽ ഇന്ന കാര്യങ്ങൾ, GKയിൽ ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു മോക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ദിവസം ടോട്ടൽ എത്ര മണിക്കൂർ നിങ്ങൾ പഠിച്ചു? അത് ആ ദിവസത്തിന്റെ അവസാനം 8 മണിക്കൂർ പഠിച്ചു, 10 മണിക്കൂർ പഠിച്ചു, ഇല്ല പാർട്ട് ടൈം ജോലിയാണ് 3 മണിക്കൂറെ പഠിച്ചോളൂ. ഇറ്റ് ഈസ് ഓക്കെ. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്ലാനാണിത്. ഓക്കെ, ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യം ഇവിടെയാണ്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്തത്? ടോപ്പിക്സ് ടു ബി കവേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലാനാണ്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്തത്? എന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്തത്? പ്ലാൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഇവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതണം. മോക്ക് എടുക്കണമെന്ന് പറഞ്ഞു, യെസ് എടുത്തു. GK പഠിക്കണമെന്ന് പറഞ്ഞു, പഠിച്ചില്ല. QA പഠിക്കണമെന്ന് പറഞ്ഞു, 50 ചോദ്യങ്ങൾ ചെയ്തു. സെൽഫ് റിമാർക്സിൽ എന്താണ് വേണ്ടത്? പഠിക്കുമ്പോൾ വൃത്തിക്കിരുന്ന് പഠിക്കണം, ഇടയ്ക്ക് TV കാണാൻ പോകരുത്, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ നിൽക്കരുത്, ടൈമർ വെച്ചിട്ട് പഠിക്കണം. 8 മണിക്കൂർ പഠിച്ചെന്ന് പറഞ്ഞെങ്കിലും എഫക്റ്റീവ്ലി അതൊരു 5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ പ്രശ്നം മനസ്സിലായല്ലോ. അടുത്ത ദിവസത്തെ പ്ലാൻ അന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഫില്ല് ചെയ്യുക. ഓക്കെ, ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയുടെ പ്ലാനെങ്കിലും നേരത്തെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കണം. ആ ഒരാഴ്ചയുടെ പ്ലാൻ നിങ്ങൾ നേരത്തെ ഫില്ല് ചെയ്തിട്ടേ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് പറ്റാത്തവർ തലേ ദിവസമെങ്കിലും ഫില്ല് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കരുത്. അതിന് നിങ്ങൾ 1 മണിക്കൂർ സമയം എടുക്കും. തലേ ദിവസം ഫില്ല് ചെയ്യുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡെയിലി ട്രാക്കിംഗ്. ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്തു. സെയിം കാരണങ്ങളാണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല. നമ്മുടെ പഠനത്തിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ഉണ്ട്. രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ സ്വയം ചോദ്യം ചോദിക്കുമ്പോൾ കുറ്റബോധം ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അപ്പൊ ഡെയിലി ട്രാക്കിംഗ് ആയല്ലോ. 2, ടെസ്റ്റ് ട്രാക്കിംഗ്. ഡേറ്റ്, ഞാൻ ഏത് ടോപ്പിക്കിലാണ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്? ഞാൻ ഹിസ്റ്ററിയിലാണ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സെക്ഷണൽ ടെസ്റ്റ് ആണ്. ഓക്കെ, GKയിൽ തന്നെ ഹിസ്റ്ററി. എനിക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? ഞാൻ 50 ചോദ്യങ്ങൾ എടുത്തത്. എനിക്ക് കിട്ടിയ സ്കോർ 25. എൻ്റെ ആക്യുറസി ഞാൻ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇതോടെ നിങ്ങൾക്ക് സബ്ജക്ട് മെൻഷൻ ചെയ്യാം. ഹിസ്റ്ററിക്ക് അകത്ത് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം പറ്റിയത്? ഏൻഷ്യൻ ഇന്ത്യ എളുപ്പമായിരുന്നു, മിഡീവൽ ആയിരുന്നു പ്രശ്നക്കാരൻ, മോഡേൺ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള റിമാർക്സ് ഇവിടെ മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. ആക്യുറസി മെൻഷൻ ചെയ്യണം. കാരണം ആക്യുറസി മെൻഷൻ ചെയ്യുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കുറവാണ്, 50-ൽ 20 പക്ഷെ ആക്യുറസി 95%. അതിന്റെ അർത്ഥം എന്താ? പഠിച്ച കാര്യങ്ങൾ വൃത്തിക്ക് നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് 50-ൽ 20 കിട്ടുന്നുണ്ട്, പക്ഷെ ആക്യുറസി 60%. പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ റിവിഷനും നടത്തണം, കണ്ടന്റും ബിൽഡ് ചെയ്യണം. ആക്യുറസി എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇനി നിങ്ങൾ ഫുൾ മോക്കാണ് എടുക്കുന്നത്, ടയർ 1-ന് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? നിങ്ങൾ മാർക്ക് ചെയ്യണം 120 ഔട്ട് ഓഫ് 200. നിങ്ങളുടെ റിമാർക്കുകൾ നിങ്ങൾ മാർക്ക് ചെയ്തു, ആക്യുറസി നിങ്ങൾ മെൻഷൻ ചെയ്തു. അപ്പൊ നിങ്ങളൊരു ടാർഗറ്റ് വെക്കണം. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ സ്കോർ ഒരു 130 എങ്കിലും ആകും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കോർ ഒരു 140 എങ്കിലും ആകും. ആ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. ഈ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ നമ്മൾ എഴുതേണ്ടത്. രണ്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, രണ്ടും കണക്റ്റഡ് ആണ്. അടുത്തത് മിസ്റ്റേക്ക് അനാലിസിസ്. ഓരോ കുട്ടിയും വരുത്തുന്ന മിസ്റ്റേക്കുകൾ ഓരോന്നാണ്. എനിക്ക് 200-ൽ 120 മാർക്കാണ്. അതിനർത്ഥം എനിക്ക് ചില ചോദ്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ എത്ര ചോദ്യങ്ങളാ? 10 ചോദ്യങ്ങൾ. ചില ചോദ്യങ്ങൾ ഞാൻ സില്ലി മിസ്റ്റേക്കാ. ഞാൻ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞെങ്കിലും എന്റെ മുഖത്ത് എന്റെ മനസ്സിൽ വന്നത് രാജേന്ദ്ര പ്രസാദ്. അതുകൊണ്ട് ഞാൻ അത് കുത്തി. ഉത്തരം അറിയാം, പക്ഷെ തെറ്റിച്ചു. QA റീസണിങ്ങിലേക്ക് വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ വരുത്തിയ മിസ്റ്റേക്കാണ്. എനിക്ക് അറിയാം, ആ കോൺസെപ്റ്റ് അറിയാം, മിക്സർ അലിഗേഷനിലെ കോൺസെപ്റ്റ് എനിക്കറിയാം, പക്ഷെ ഞാൻ കാൽക്കുലേഷനിൽ തെറ്റിച്ചു. അതാവാം എലിമിനേഷൻ എറർ.
50% അറിയാം, 50% അറിയില്ല, ഞാൻ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തു. കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, കൃത്യം ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾ റിവിഷൻ നടത്തണം. കോൺസെപ്റ്റ് എനിക്ക് ഒന്നും അറിയില്ല. എന്നോട് അവർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് മേ ബി ഇന്ത്യയിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റിയാണ്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അങ്ങനെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം. പ്രശ്നങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഇരുന്ന് പഠിക്കണം. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇതും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്താൽ മതി. നോ ടൈം ടു അറ്റൻഡ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഓരോ പ്രശ്നത്തിനും നിങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് ഓരോ പ്രശ്നത്തിലെയും മൈക്രോ അനാലിസിസ് നടത്തുക. നമ്മൾ എക്കണോമിക്സിൽ പഠിക്കില്ലേ, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ഇല്ലേ, സൂക്ഷ്മം സ്ഥൂലം. നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഓരോ പ്രശ്നങ്ങളെ നിരീക്ഷിക്കുക. അപ്പോൾ ഈ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഡെയിലി ട്രാക്കിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റിലെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ്. ടെസ്റ്റിലെ പെർഫോമൻസിന്റെ മിസ്റ്റേക്ക് അനാലിസിസ് നിങ്ങൾ നടത്തിയതിന്റെ ബേസിസിലായിരിക്കണം ഡെയിലി ട്രാക്കിംഗ് പോകേണ്ടത്. ഫൈനൽ ഷീറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസ് ട്രാക്കിംഗ് ആണ്. ഇത് ഏറ്റവും ഒടുവിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. സബ്ജക്ട് QA, പെർസെൻറ്റേജ്, നിങ്ങൾ തുടങ്ങിയ ഡേറ്റ് എന്നാണ്, ആ ഡേറ്റ് നിങ്ങൾ എഴുതുക. ആ സബ്ജക്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയ ഡേറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്ര ദിവസം എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വച്ച ഒരു ടെസ്റ്റ് ഡേറ്റ് എന്നാണ്, നിങ്ങൾ റിവിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം അത് കംപ്ലീറ്റ് ആയി. യെസ്, ഇനി ഇടയ്ക്കൊന്ന് റിവിഷൻ നടത്തി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഷീറ്റ് നോക്കിയാൽ മതി. ഈ ഒരു ഷീറ്റിന് ഒരു ഗുണം എന്താണെന്ന് അറിയോ? എനിക്കിത് ഗുണം തന്നിട്ടുള്ളത്, ചില സമയത്ത് സെൽഫ് ഡൗട്ട് വരും. കുട്ടികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്. സ്വയം ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട്, പറ്റുമോ ഇല്ലയോ. സെൽഫ് ഡൗട്ട് വരുമ്പോൾ ഈ ഒരു ഷീറ്റ് എടുത്ത് നോക്കുക. എത്രത്തോളം ഈ ഒരു യാത്രയിൽ നിങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും ആ സെൽഫ് ഡൗട്ട് മാറും. ആ സെൽഫ് ഡൗട്ട് നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. മോട്ടിവേഷൻ വീഡിയോ 5 മിനിറ്റിൽ കണ്ടിട്ട് 6ാമത്തെ മിനിറ്റ് നമ്മുടെ മോട്ടിവേഷൻ പോകും, അല്ലെ? മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിനു വേണ്ടി തുടങ്ങി, നിങ്ങൾ എത്രത്തോളം പിന്നിട്ടു, എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഷീറ്റ് തന്നെ പറയുന്നുണ്ടെങ്കിൽ യു യുവർ സെൽഫ് വിൽ ബി അക്കൗണ്ടബിൾ ഫോർ യുവർ പ്രിപ്പറേഷൻ. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഓരോ ദിവസവും എന്നോട് ചോദിക്കുന്നവരോട് പറയുന്ന കാര്യമാണ്. വേറെ ആരോ പറഞ്ഞു കേട്ടുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ ദിവസം തൃപ്തനാണോ നോക്കുമ്പോൾ സ്വന്തം മുഖത്ത് കണ്ണിലേക്ക് നോക്കി നമുക്ക് നുണ പറയാൻ പറ്റില്ല. കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പൊ നമ്മൾ പറയും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ എനിക്ക് പറയാനുള്ളത്, തോൽവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ജയിച്ച എല്ലാവരും ഇല്ല. അപ്പോൾ പല പല മേഖലകളിൽ പല പല പരീക്ഷകൾ എഴുതി ജയത്തിനേക്കാൾ കൂടുതൽ തോൽവി രുചിച്ചറിഞ്ഞതുകൊണ്ട് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരാൾ തോൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് തോൽവികൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഫുട്ബോൾ ഗെയിം പോലെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഫുട്ബോൾ ഗെയിമാണ്. ഫുട്ബോൾ ഗെയിം പോലെയാണ്, തോൽവി ഇതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ കളിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ജയിക്കാനായിട്ട് തന്നെ പഠിക്കുക. തോൽക്കാം. ഇപ്പൊ നിങ്ങൾ പലരെയും ലൈഫിൽ സംഭവിച്ച കാര്യം അതാണ്. ആ പ്രശ്നം മനസ്സിലാക്കി ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, വിളിച്ച് കരയുന്ന പിള്ളേരൊക്കെ ചിലത് 22 വയസ്സ് 23 വയസ്സുള്ളൂ. ആ 23 വയസ്സിൽ 300 മാർക്കൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനറേ അല്ല. നിങ്ങളുടെ ആ 23 വയസ്സിൽ ഞാൻ എവിടെയായിരുന്നോ അതിന്റെ 10 ഇരട്ടി മുകളിലാണ് നിങ്ങൾ. സത്യം പറയാം, ഇത് വെറുതെ പറയാനായിട്ട് പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഷീറ്റിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നൊരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി എല്ലാവരോടും പറയുന്ന പോലെ പറയുകയാണ്, സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും കോഴിക്കോടുണ്ടാവും. സൈലം SSCRRBയിലെ ടീച്ചേഴ്സ് എല്ലാവരും കോഴിക്കോടുണ്ട്, അവൈലബിൾ ആണ്. നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ, ഈ ഒരു പ്ലാൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ പല കുട്ടികളും വന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസിന്റെ ഒക്കെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് വരണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും വരാം, നമ്മളിവിടെ ഉണ്ടാകും. എല്ലാവരും പഠിക്കുക, ഓക്കെ? കഷ്ടപ്പെട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഈ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അത് ചിലപ്പോൾ ഒരു വീടാവാം, വീട്ടുകാരെ കാറിൽ കയറ്റുന്നതാവാം, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഗൂഗിൾ പേയിലെ എമൗണ്ട് തീരുന്നതിന് മുന്നേ തീരാതിരിക്കുന്നതാവാം, അല്ലേ? ബില്ല് നോക്കാതെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതാവാം. എല്ലാം സാധിക്കട്ടെ. വിഷമത്തിൽ നിന്ന് പുറത്തു വരിക, നല്ലപോലെ പഠിക്കുക. പ്ലീസ് ഡു യുവർ ബെസ്റ്റ്. ബൈ.